എല്ലാവർക്കും നമസ്കാരം. ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചാരു. ഇന്ന് നമുക്കൊരു അടിപൊളി വോൾ ഹാങ്ങിങ് ചെയ്യാം. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വോൾ ഹാങ്ങിങ്. അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ന്യൂസ് പേപ്പർ മാത്രം പോരാ, ഇനിയും വേണം സാധനങ്ങൾ. അത് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ, നമ്മുടെ കുറച്ച് കൂട്ടുകാർ നമുക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജബ്നയ്ക്കൊരു ഹായ്, അതുപോലെ 7th പഠിക്കുന്ന ജിഷാന ഹായ് പറയുന്നു. ഹായ് മോളു. അതുപോലെ തന്നെ ഗൗരി, 8ൽ പഠിക്കുന്ന ഗൗരിക്കൊരു ഹായ് മോളു. അതുപോലെ ഒരു 6th പഠിക്കുന്ന മിസ്ന ഖദീജ ഹായ് മോളു. എല്ലാവർക്കും വീണ്ടും ഒരു ഹായ് പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൽ നമുക്ക് ഈ ഒരു ഷേപ്പിന് കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ കട്ട് ചെയ്ത പീസ് നമുക്ക് ഒരു ഈർക്കിൽ വെച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ ഒരു പേപ്പർ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് ചെയ്യാണ്. അപ്പോൾ അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഈർക്കിലെടുത്തിട്ട് ഒന്ന് അറ്റത്തൊന്ന് ചുറ്റി കൊടുക്കുക. ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു അറ്റത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് പതിയെ ആ ഈർക്കിലിങ്ങ് എടുക്കാം. ഇതുപോലെ കുറേ സ്റ്റിക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളിവിടെ. ഇനി ആ സ്റ്റിക്കുകൾ ഒരേ നീളത്തിൽ പിടിച്ചിട്ട് ഒരേ നീളം കിട്ടാൻ വേണ്ടി അറ്റം കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓരോ സ്റ്റിക്കും എടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 12 സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. അതായത് 6 താഴെ 6 മുകളിലുമായിട്ട് ഇത് ഒരേപോലെ ഒരേ നീളത്തിൽ വെച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് വെച്ചു കൊടുത്ത് ഇനി നമുക്ക് ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അത് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കളർ പേപ്പറാണ്. കളർ പേപ്പർ നമുക്ക് സ്ക്വയർ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്ത് ഇത് ചെറിയൊരു സ്ക്വയർ കട്ട് ചെയ്യാം. ഞാനിവിടെ ചെറിയ സ്ക്വയറാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. നമ്മൾ ചെറിയ വള എന്തെങ്കിലും വെച്ചിട്ട് വരച്ചാൽ മതിയാവും. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കണം. ആദ്യമായിട്ട് ഒരു മടക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മടക്കാം. ഇപ്പോൾ 2 മടക്ക് മടക്കി. ഇനി ഒരു മടക്കും കൂടെ വേണം. നമ്മൾ ചെറിയ സ്ക്വയർ കട്ട് ചെയ്തുകൊണ്ടാണ് ചെറിയ ഒരു കോൺ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ ഒരു മടക്കും കൂടെ നമ്മൾ മടക്കി. അപ്പോൾ മൊത്തം 3 മടക്കും നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇതുപോലെ മടക്കി ഒരു കോൺ ഷേപ്പ് ആക്കാം. എന്നിട്ട് ഒരു പെൻസിൽ കൊണ്ട് അതിൽ പെറ്റൽ ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുകൊണ്ടൊന്ന് വരയ്ക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ ആയില്ലേ? ഇപ്പോൾ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് കളർ പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് കളർ പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇനി ഓരോ ഫ്ലവറും നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ മാർക്കർ പെൻ വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം.
ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഒന്ന് റൗണ്ടായിട്ട്, ഒരു ചെറിയ റൗണ്ട് മതി. ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. സ്കെച്ച് പെൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കളർ പെൻ വെച്ചിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മാർക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു എതളിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും ഇതുപോലെ. എന്നിട്ട് ഫെവിക്കോൾ എടുത്തിട്ട് ഒരു എതളിലോട്ട് ചേർത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു എതള് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു കുഴി കിട്ടിയത് കണ്ടോ, ഇതുപോലെ കിട്ടും. ഇതാണത്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. എന്നിട്ട് ഇനിയൊരു കത്രികയോ അല്ലെങ്കിൽ കത്രികയുടെ അറ്റം കൊണ്ട് എന്തെങ്കിലും ഒരു പെൻസിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ എതിൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കണം. ഇപ്പം ദേ ഒരു ഫ്ലവർ ആയില്ലേ. ഇപ്പോൾ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം അതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേപ്പർ സ്റ്റിക്കിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ ഫ്ലവറും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോളിന് പകരമായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഫെവിക്കോൾ ഉണ്ട്, അതുകൊണ്ട് ഒട്ടിയിരുന്നോളും. കാരണം പേപ്പർ ഫ്ലവേഴ്സ് അല്ലേ, അതുകൊണ്ട് ഒട്ടിയിരുന്നോളും. ഇപ്പം ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മളെല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ച് കഴിഞ്ഞു. ഹായ്, എന്താ ഭംഗിയല്ലേ കാണാൻ. എന്ത് ഭംഗിയാണ് എല്ലാ കളേഴ്സും കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇനി വേണ്ടത് ഒരു ചെറിയ ചരട് എടുക്കുക. അതിൻ്റെ ഒരു അറ്റം ഒന്ന് കൂട്ടിക്കെട്ടിയതിന് ശേഷം എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. ഇതുപോലെ ഒന്ന് ആ കെട്ട് ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് വോളിൽ ഹാങ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദേ കണ്ടില്ലേ, കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വോൾ ഹാങ്ങിങ് ആണ്. പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വോൾ ഹാങ്ങിങ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും.